ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അഖില തന്ത്രി പ്രചാരക് സഭയുടെ ഹർജിയിൽ ഹർജിക്കാർക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. എന്താണ് സംഭവിക്കുന്നതെന്ന് അഖില തന്ത്രി പ്രചാരക സഭയ്ക്ക് ധാരണയില്ലെന്ന് ഹൈക്കോടതി. കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണോ തന്ത്രിസഭ ഇത്തരം ആക്ഷേപം ഉയർത്തുന്നത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫെബ്രുവരി 4 പരിഗണിക്കാൻ മാറ്റി. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. വിപിൻ, ഇവിടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുകയും അതിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണല്ലോ അഖില തന്ത്രി പ്രചാരക് സഭ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തിയത്. എന്തൊക്കെ പറഞ്ഞാണ് ഹൈക്കോടതി ഇവരെ വിമർശിച്ചത്? GK തന്ത്രി സമാജം ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതിൽ പ്രധാനമായും പറയുന്നത് കേരള സർക്കാരിന് കീഴിലാണ് SIT ഉള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം രാഷ്ട്രീയ ഉന്നതരിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അഖില തന്ത്രി പ്രചാരക സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അഖില തന്ത്രി പ്രചാരക സഭയ്ക്ക് ധാരണയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണോ ഈ തന്ത്രിസഭ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർത്തുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി ഇതുവരെ 10 ഇടക്കാല ഉത്തരവുകൾ ഇറക്കി മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഇപ്പോൾ CBI അന്വേഷണം ആവശ്യം ഉന്നയിക്കുന്നതിൽ ഒരു കാരണം കണ്ടെത്താൻ കോടതിക്ക് കഴിയുന്നില്ല. ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതികൾ എല്ലാവരും നിരപരാധികളാണ് എന്നാണോ ഈ തന്ത്രി സമാജത്തിന്റെ വാദമെന്നും ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫെബ്രുവരി 4 ഇപ്പോൾ ഹൈക്കോടതി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സ്വർണം അവിടെ നിന്നും കൊണ്ടുപോയി എന്നൊക്കെയുള്ള ഈ SIT ഇപ്പോൾ പിടിച്ച ആളുകളൊക്കെ തന്നെ അവർ നിരപരാധികളാണോ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് തന്ത്രി സമാജത്തോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഹൈക്കോടതി. GK വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.